സാറേ, സ്വർണത്തിന് ഇപ്പം വില 90,000 പവന്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കണമെങ്കിലൊക്കെ വലിയ തോതിൽ ചിലവ് വഹിക്കേണ്ടി വരും. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ കാര്യം എടുത്താൽ പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് അസ്ഥിരമാണ്. അതും ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യത്തിൽ ഈ സ്വർണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യ വളരെ ഭദ്രമായ ഒരവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു കുടുംബങ്ങൾ ഇല്ലേ, അതെ, ഇന്ത്യയിലെ പൊതുവെ കുടുംബങ്ങളൊക്കെ സ്വർണമൊക്കെ വിവാഹത്തിന് വാങ്ങുക അല്ലേ, ഒരു തരി സ്വർണം മറ്റേ കാതിലോ കഴുത്തിലോ ഇല്ലാതെ ഒരു പെൺകുട്ടി വീട്ടിൽ കണ്ടാൽ തന്നെ വല്ലായ്മ തോന്നുന്ന മാതാപിതാക്കളാണ് ഇന്ത്യയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ആഭരണങ്ങളൊക്കെ വളരെ ഇഷ്ടവുമാണ് നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാവർക്കും. ഇതുപോലെ പണ്ടെന്നോടൊരു കണക്ക് ഒരാൾ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പള്ളിമുക്ക് മുതൽ ഈ കല്ലൂർ വരെ ഒരു ദിവസം 300 കോടി രൂപയുടെ ബിസിനസ് ഈ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ 10-25 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ഈ MG റോഡിൽ തന്നെ എത്ര അല്ലേ, നമ്മൾ 6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കൊച്ചിയിൽ എത്ര സ്വർണ്ണക്കടകൾ എന്നൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഈ 30 ലക്ഷം കോടി രൂപയുടെ സ്വർണം, ഇപ്പോൾ 30 ലക്ഷം കോടി രൂപയുടെ സ്വർണം ഇന്ത്യയിൽ റിസർവ് ബാങ്കും പിന്നെ കുടുംബങ്ങളിലുള്ളതും കൂടി ചേർത്താൽ ഇത്രയും സ്വർണമുണ്ട് എന്നാണ് കണക്ക് ഇന്ത്യയിൽ. അപ്പോൾ സ്വർണം വെച്ച് നോക്കിയാൽ തന്നെ വലിയ ഒരു സ്ഥിരത, ഭദ്രതയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇത് ആ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്വർണം 879.58 മെട്രിക് ടൺ സ്വർണമാണ്. അപ്പോൾ നമ്മുടെ സുവർണക്ഷേത്രം 750 കിലോ സ്വർണമാണ് സുവർണക്ഷേത്രം. അതാരും പാളികളായിട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ വെടി കൊള്ളു, അവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ 879.58 മെട്രിക് ടൺ സ്വർണം. ആ സ്വർണത്തിന് 10.28 ലക്ഷം കോടി രൂപ ആണ് വരിക. അപ്പം 30 ലക്ഷം കോടി രൂപയല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. അപ്പോൾ 20 ലക്ഷം കോടി രൂപയുടെ സ്വർണം കുടുംബങ്ങളിൽ, ഇന്ത്യയിലെ കുടുംബങ്ങളിലുണ്ട് എന്നർത്ഥം. ഇനി റിസർവ് ബാങ്കിൻ്റെ കയ്യിലുള്ള 879.58 മെട്രിക് ടൺ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് 275% വർധനയാണ് അതിലുണ്ടായത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണം കൂടുതൽ വാങ്ങുന്നു. അത് VP സിംഗിൻ്റെ കാലത്ത് നമ്മുടെ റിസർവ് ബാങ്കിലൊക്കെ ഉണ്ടായിരുന്ന സ്വർണം വിദേശത്തേക്കൊക്കെ കൊണ്ടുപോയില്ലേ, വായ്പ എടുക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലൊക്കെ വെച്ചതുമൊക്കെ നമ്മൾ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ യുക്രൈൻ യുദ്ധമൊക്കെ വന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് വിദേശത്ത് സൂക്ഷിക്കുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളുമൊക്കെ പാപ്പരാവുന്നു, ബ്രിട്ടനൊക്കെ. പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ട് വെച്ചിട്ട് എന്ത് കാര്യം സ്വർണം? അതുകൊണ്ട് നമ്മൾ ലോകരാജ്യങ്ങൾ, നമ്മൾ മുമ്പ് ഭദ്രം എന്ന് വിചാരിച്ചിരുന്ന രാജ്യങ്ങളെക്കാൾ ഭദ്രമാണ് ഇന്ത്യ. അതുകൊണ്ട് നമ്മൾ സ്വർണം തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ കയ്യിലും നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്വർണം റിസർവ് ബാങ്കിലുള്ളതിനൊക്കെ ഇരട്ടിയാണ്. അപ്പോൾ പല രാജ്യങ്ങളുടെയും, ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്വർണത്തിൻ്റെ കണക്കുണ്ടല്ലോ ഇന്ത്യയിലെ 30 ലക്ഷം കോടി രൂപയുടെ എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോന്നിൻ്റെയും GDP-യേക്കാൾ കൂടുതലാണത്. മൊത്തം GDP-യേക്കാൾ കൂടുതലാണ്. നമ്മുടെ ഈ കരുതൽ ശേഖരം ഉണ്ടല്ലോ, വിദേശ നാണ്യ കരുതൽ ശേഖരം, ഫോറക്സ്, അതിൻ്റെ 10 ഇരട്ടി ആണ് ഈ സ്വർണ്ണ ശേഖരം മൊത്തത്തിൽ ഇന്ത്യയിൽ റിസർവ് ബാങ്കിലും കുടുംബങ്ങളിലും ഉള്ളത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക്, ഇന്ത്യയുടെ ഭദ്രതയ്ക്ക് വലിയ കാര്യമാണ്. ഇനി ലോകരാജ്യങ്ങൾ ഈ ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ, എല്ലാവരും അമേരിക്ക ഭയങ്കരം അല്ലേ, ബ്രിട്ടൻ ഭയങ്കരം എന്നൊക്കെ പറയുമല്ലോ, ഫ്രാൻസ്,
ജപ്പാൻ. നമുക്ക് ഇവർ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് എന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ പറയാം, ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഫ്രാൻസ് യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ രാജ്യം. അവിടെ കടം 5771 ലക്ഷം കോടി രൂപ. ഫ്രാൻസിൻ്റെ കടം 5771 ലക്ഷം കോടി രൂപ. കടം GDP, കടവും GDPയും തമ്മിലുള്ള അനുപാതം നോക്കും. ആ അനുപാതം 113.11%. ഇത് ഇൻ്റർനാഷണൽ രാജ്യാന്തര നാണ്യനിധിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. ഭീകരമാണ് GDPയും കടവും തമ്മിലുള്ള അനുപാതം. ബജറ്റ് കമ്മി 173.97 ലക്ഷം കോടി. ഒരുപാട് കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല, ഈ കടത്തിൻ്റെ കാര്യം മാത്രമേ പറയാൻ പോകുന്നുള്ളൂ. GDPയുടെ 5.8% കടമാണ് ഫ്രാൻസിൻ്റെ. വരുമാനത്തെക്കാളൊക്കെ എത്ര ഇരട്ടി കടത്തിലാണ് നിൽക്കുന്നത്. 45.27 ലക്ഷം കോടി രൂപ അവിടെ ഫ്രാൻസിൽ കട്ട് ചെയ്യാനായിട്ട് ഈ ചെലവ് പെൻഷൻ്റെ ഒക്കെ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രധാനമന്ത്രിമാർക്ക് അവിടെ രാജിവെച്ച് പോകേണ്ടി വരുന്നത്. ജനം മുഴുവൻ എതിരാണ് പെൻഷനിലൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് ഈ ബെയ്റോ ഇതിന് മുമ്പത്തെ പ്രധാനമന്ത്രി നിലംപതിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ലീ കോർണു രാജിവെക്കേണ്ടി വന്നു. പണപ്പെരുപ്പ് ഇപ്പോൾ മറ്റേ മാക്രോ തന്നെ രാജിവെച്ചേക്കാം എന്നുള്ള അവസ്ഥയുണ്ട്. പണപ്പെരുപ്പം 1.20%. അവിടെ ഈ കടം മുമ്പ് ഇവിടെ തോമസ് ഐസക് ആലോചിച്ചിരുന്ന പോലെ അവിടെ നടപ്പാക്കി. ഈ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പെൻഷൻ കൊടുക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വിരമിക്കൽ പ്രായം 62 നിന്ന് 64 വയസ്സായി ആക്കി. വിരമിച്ചു കഴിഞ്ഞാൽ ഉടനെ കാശ് കൊടുക്കണ്ടേ? അത് കൊടുക്കാനില്ല, 2 കൊല്ലത്തേക്ക് നീട്ടിവെച്ചു. 2 കൊല്ലം കഴിഞ്ഞാലും കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ ഇടതുപക്ഷം പറയുന്നത് അവിടെ ഈ സുക്മൻ ടാക്സ് ഏർപ്പെടുത്തണം. സുക്മാൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ധനികരായ ആളുകൾക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തണം എന്നാണ് ഇടതുപക്ഷം അവിടെ വാദിക്കുന്നത്. ഇത് ഫ്രാൻസിൻ്റെ അവസ്ഥ. ഇനി ജപ്പാൻ ക്ഷേമ പദ്ധതികളിൽ 737.63 ലക്ഷം കോടി ചെലവാക്കും എന്നിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത്രയും ചെലവ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. അല്ല, പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സ്പെൻഡിങ്. നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. ദാരിദ്ര്യത്തിലും സമ്പദ് രംഗമൊക്കെ ഭയങ്കര തകർച്ചയിലാണ്. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടാം എന്നൊരു കുഴപ്പം പിടിച്ച പോളിസി അപകടമാണ്. അപ്പോൾ കടം 9863.35 ലക്ഷം കോടി. ഫ്രാൻസിനേക്കാൾ വലിയ കടമാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ജപ്പാൻ്റേതാണ്. 9863 ലക്ഷം കോടി കടം. ഇത് GDPയുടെ 25% കടമാണ്. വൃദ്ധജനസംഖ്യ അവിടെ കൂടുതലാണ്. ബർത്ത് റേറ്റ് വളരെ, അവിടെ കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല, ആളുകൾ വിവാഹവും ചെയ്യുന്നില്ല. പണപ്പെരുപ്പം 3.1%. ഗ്രീസിനേക്കാൾ ഇവിടെ ദാരിദ്ര്യമാണെന്ന് മുമ്പത്തെ പ്രധാനമന്ത്രി ഇഷിബ, രാജിവെച്ചു പോയ പ്രധാനമന്ത്രി ഇഷിബ പറഞ്ഞിരുന്നു. ഗ്രീസിനേക്കാൾ ഏറ്റവും ദരിദ്ര രാജ്യമാണല്ലോ ഗ്രീസ്, അതിനേക്കാൾ ദാരിദ്ര്യം ഇവിടെ ഉണ്ട്. പിന്നെ ജപ്പാനും ഫ്രാൻസും ഈ കടപ്പത്രം ഉണ്ടല്ലോ, ഈ കടപ്പത്രം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഗുണമില്ലാന്ന് തോന്നിയാൽ ആ രാജ്യം ഇറക്കിയ കടപ്പത്രം അതിൽ നിക്ഷേപിച്ച ആളുകൾ വിൽക്കും. ആ വിൽപ്പന നേരിടുന്ന 2 രാജ്യങ്ങളാണ് ജപ്പാനും ഫ്രാൻസും. അപ്പോൾ വലിയ ധനികര്, വലിയ രാജ്യങ്ങളൊക്കെ ഇവരിറക്കിയ കടപ്പത്രം മേടിച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്കയെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ, ട്രഷറി ഇറക്കിയ കടപ്പത്രങ്ങൾ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള 2 രാജ്യങ്ങൾ ചൈനയും ജപ്പാനുമാണ്. ചൈന ഇത് കുറച്ച് വരുന്നുണ്ട്. ചൈനയും ജപ്പാനും ആ കടപ്പത്രങ്ങൾ മുഴുവൻ വിറ്റഴിക്കുക എന്നിരിക്കട്ടെ, ആ സമയത്ത് അമേരിക്കയുടെ സമ്പദ്രംഗം കൂപ്പുകുത്തും. അതാണ് അമേരിക്കയുടെ ഇന്നത്തെ കടത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ജപ്പാനും ഫ്രാൻസും അതിൻ്റെ കടപ്പത്രങ്ങൾ ഇൻവെസ്റ്റേഴ്സ് വിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. ദരിദ്ര രാജ്യങ്ങൾ
കടപ്പത്രം വിറ്റഴിക്കുന്ന പോലെ വരും. പലിശ കുറച്ചാൽ എന്നിൻ്റെ നില വഷളാവും. പലിശ നിരക്ക് കൂട്ടിയാൽ അത് ജനങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെ catch 22 എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്ത് തീരുമാനം എടുത്താലും വഷളാവും. ആ അവസ്ഥയിലാണ്. ഗുണമല്ല ദോഷമല്ലെന്ന് പറയുന്നില്ല. അതാണ് catch 22 എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, വളരെ പഴയ, ഈ ഒരു അപസർപ്പകം. അപ്പോൾ എന്ത് തീരുമാനം എടുത്താലും വഷളാവും എന്നുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തിന്മ വരുത്തി വയ്ക്കും. ആ അവസ്ഥയിലാണ് ജപ്പാൻ. അമേരിക്കയുടെ കടം, അമേരിക്ക നോക്കാം, 58.8 ട്രില്യൺ ആണ് കടം. അത് നമ്മുടെ കറൻസിയിലേക്ക് എടുത്താൽ 52,262 ലക്ഷം കോടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജപ്പാൻ്റെ ഫ്രാൻസിൻ്റെയൊക്കെ എത്ര ഇരട്ടിയാണ്? 52,262 ലക്ഷം കോടി രൂപയാണ് കടം. സർക്കാരിൻ്റെ മാത്രം കടം അമേരിക്കയുടെ 33,649 കോടി രൂപയാണ്. ഡെറ്റ് GDP റേഷ്യോ 121%. കടവും GDP തമ്മിലുള്ള റേഷ്യോ. സ്തംഭനം ഇപ്പോൾ ഉണ്ടല്ലോ അവിടെ, ട്രഷറി സ്തംഭനം. അത് നാസയൊക്കെ അടച്ചു പൂട്ടിയല്ലോ. അപ്പോൾ ഈ സ്തംഭനം നീളുവോളം ഇത് കൂടിക്കൊണ്ടിരിക്കും. സെപ്റ്റംബറിൽ 32,000 സ്വകാര്യ ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ. പിന്നെ 3% പണപ്പെരുപ്പം. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നല്ലോ ട്രംപ്. അത് കാരണം 3 ട്രില്യൺ കമ്മി കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ 2,663 ലക്ഷം കോടി രൂപ കമ്മി കൂടാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രയാസത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അയാൾ തീരുവയൊക്കെ കൂട്ടുന്നത് പോലത്തെ തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അത് ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ UK കാര്യം, ബ്രിട്ടൻ കടം 5,592 ലക്ഷം കോടി രൂപ, GDPയുടെ 96.4% ആണ്. വായ്പ 23.31 ലക്ഷം കോടി രൂപ, വളർച്ച 0.4%. നമ്മുടേത് 6.3 എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ പുതിയത്. ഇന്ന് 6.3% വളർച്ച. ലോകത്ത് GDP വളർച്ചയുള്ള ഏക രാജ്യം ആണ് ഇന്ത്യ. ഇത്രയും 6.3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കോവിഡ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. 2024 22,192 ലക്ഷം കോടി രൂപ വായ്പ വാങ്ങി ഗവൺമെൻറ്റുകളും കമ്പനികളും. 2007 3 ഇരട്ടി പലിശ നിരക്ക് കൂട്ടി. ജപ്പാൻ ആകെ തകർന്നിരിക്കുകയാണ്. ജപ്പാൻ്റെ തൊട്ട് പിന്നാലെയാണ് ബ്രിട്ടനും ഫ്രാൻസും. അപ്പോൾ ഈ ലോക ബാങ്ക് ഇന്ത്യയുടെ വളർച്ച 6.5% കൂട്ടുകയാണ് ചെയ്തത്. ഇന്ത്യ വളരെയാണ് ഈ വൻ രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യ വൻ ശക്തി ആയിട്ട് കുതിച്ചു ചാടുന്നു. 2030 ആകുമ്പോൾ 2ാമത്തെ രാജ്യമായിരിക്കും. 1ാമത്തെ രാജ്യം ചൈനയായിരിക്കും. അത്രയും വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് ലോകരാജ്യങ്ങളുടെ അവസ്ഥ. ഇന്ത്യയുടെ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ, 90,000 ആവുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. നമ്മൾ സ്വർണം വാങ്ങി കൂട്ടുന്നു റിസർവ് ബാങ്ക്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം സ്വർണ്ണമുണ്ട്. പണ്ട് 4,000 രൂപയൊക്കെ ആയിരുന്നപ്പോഴൊക്കെ വാങ്ങിച്ചത്, സ്ത്രീധനമായിട്ട് കൊടുത്തത്, ബാങ്കിൽ ഇരിക്കുന്നത്, കുടുംബങ്ങളിലുമൊക്കെ ധാരാളം സ്വർണ്ണമുണ്ട്. പലതരത്തിലും നമ്മുടെ രാജ്യം ഭദ്രമാണ്. അതുകൊണ്ട് ഈ ഭദ്രത കൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇനി കൂടുതൽ വിദേശ നിക്ഷേപം FDI വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. അതല്ലാതെ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും പറയുന്നിടത്തല്ല ഇന്ത്യ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.